ഏതാ സൊല്യൂഷന്റെ നേച്ചർ ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണും. ദി ഗിവൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്താ കിട്ടിയേ? ഇൻഫൈനൈറ്റ് കിട്ടിയേ. ദെൻ ഓക്കെ, ഇൻഫൈനൈറ്റിന് എല്ലാവർക്കും കിട്ടിയേ അല്ലെ? എന്ത് ചെയ്തു? ഒരു വേരിയബിളിന് അല്ലെ നമ്മൾ എന്താ ചെയ്യുക? സാധാരണ ഡബ്ല്യുവിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ടി എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഡബ്ല്യു എന്നുള്ള വേരിയബിളിന് ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊടുക്കുന്നത് അല്ലെ, വേരിയബിൾ, അതിന് ആർബിട്രറി കോൺസ്റ്റന്റ് എന്ന് പറയാം. ഈ ആർബിട്രറി കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റിന്റെ വാല്യൂ കിട്ടും. ഒരു വേരിയബിളിന് ആർബിട്രറി കോൺസ്റ്റന്റ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then how to find the value of set using this value? ഈ ടി വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ സെറ്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ആർക്കെങ്കിലും കിട്ടിയോ സെറ്റിന്റെ വാല്യൂ? സൊല്യൂഷൻ ഓഫ് സെറ്റ് കിട്ടിയോ? എനിവൺ? സെറ്റ് വാല്യൂ 2. നോ. ഡബ്ല്യുവിനെ ഡബ്ല്യുവിനെ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സെറ്റിന്റെ വാല്യൂ എന്താ കിട്ടുന്നത്? ഇവിടെ വൈ കൂടി ഉണ്ട് കേട്ടോ. ഫൈനൽ സൊല്യൂഷൻ എങ്ങനെയായിരിക്കണം? ഇൻ ടേംസ് ഓഫ് ടിയിൽ തന്നെ കിട്ടണം. വേറെ വേരിയബിൾസ് ഒന്നും അവിടെ പാടില്ല. എക്സ്, വൈ, സെഡ് ഒന്നും തന്നെ അവിടെ പാടില്ല. സോ ശ്രദ്ധിച്ചോളാം, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ലാസ്റ്റ് വേരിയബിളിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Then we have to find the value of set in terms of t. അല്ലെ? 2 അല്ല, 2t minus y എന്ന് എഴുതിയിട്ടുണ്ട് കുറെ പേര്. ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് എക്സ് വൈ സെഡിന്റെ ടേംസിൽ കാണരുത്. ഓക്കെ, എക്സ് വൈ സെഡിന്റെ ടേംസിൽ ഒരിക്കലും കണ്ടുപിടിക്കരുത്. സോ ഇവിടെ നമ്മൾക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല അല്ലെ? ഒരു വേരിയബിളിന് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെഡിന്റെ വാല്യൂ കിട്ടുന്നില്ല. കുറെ പേരൊക്കെ ഇൻ ടേംസ് ഓഫ് വൈയിലാണ് എഴുതിയിരിക്കുന്നത്. അതല്ല സൊല്യൂഷൻ. ഒരിക്കലും സൊല്യൂഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ സെഡ് ഡബ്ല്യു അൺനൗൺസിന്റെ ടേംസിൽ എഴുതരുത്. അൺനൗൺസിന്റെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അൺനൗൺസിന്റെ ടേംസിൽ ഒരിക്കലും എഴുതരുത്. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഡബ്ല്യുവിന് ടി കൊടുത്തു കഴിഞ്ഞാൽ സെഡിന്റെ വാല്യൂ കിട്ടുന്നില്ല. സോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് വേരിയബിൾസിന് ആർബിട്രറി കോൺസ്റ്റന്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരെണ്ണത്തിന് മാത്രം പോരാ, ഏതിനു കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വേരിയബിൾ സെഡ് ആണ്. ഡബ്ല്യു കഴിഞ്ഞ നെക്സ്റ്റ് ഇതിനെ നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ് സെഡിനാണ് അല്ലെ? എക്സ് വൈ സെഡ് ഡബ്ല്യു ആണ്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വേരിയബിളിന് t1 എന്ന് കൊടുക്കാം, അനദർ വേരിയബിളിന് t2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ബാക്കി എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഒരെണ്ണത്തിന് ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേറെ വേരിയബിൾസിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാൻ? വി ഹാവ് ടു put two values. Okay, that is t1 and t2 for two unknowns. രണ്ട് unknownsന് ഈ arbitrary value നമ്മൾ substitute ചെയ്യും. Okay, then find the values of x and y. എന്ന് പറഞ്ഞു. Find the values of x and y in terms of t1 and t2. ഒരിക്കലും സൊല്യൂഷൻ ഓക്കെ x is equal to 1 അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. x is equal to 1 and y is equal to ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നത് 2t1 minus t2. 2t1 minus t2. Okay, these are the solutions. കിട്ടിയോ? എന്താ ചെയ്തെന്നുള്ളത് മനസ്സിലായല്ലോ. സാധാരണ അപ്പൊ സൊല്യൂഷൻ ഇൻഫൈനൈറ്റ് ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഫോർ വൺ വേരിയബിൾ ഓർ ഫോർ വൺ അൺനോൺ. ഒരു അൺനോണിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് സെഡ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ you have to put another arbitrary constant for the set. Okay, അപ്പൊ സെഡിന് വേറൊരു ആർബിട്രറി കോൺസ്റ്റന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Then find the values of x and y in terms of these arbitrary constant t1 and t2. നമ്മുടെ സൊല്യൂഷൻസ് എല്ലാം തന്നെ ആർബിട്രറി കോൺസ്റ്റന്റ്സിനെ ബേസ് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. എക്സ് ആൻഡ് വൈയുടെ ടേംസിൽ ഒരു സൊല്യൂഷനും കണ്ടുപിടിക്കും. ഓക്കെ, ഇത് എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് വേണമെങ്കിൽ ഒരു ഇക്വേഷൻ ആയിട്ടും പഠിച്ചു വെക്കും. ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമ്മൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ വേറൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന മനസ്സിലാക്കി ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഫോർമുല കൂടി ഉണ്ട്. എത്ര ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് അൺനൗൺസ് മൈനസ് റാങ്ക് ഓഫ് എ. ഈ ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് അൺനൗൺസ് മൈനസ് റാങ്ക് ഓഫ് എ എന്താ കിട്ടുന്നതെന്നൊന്ന് പറയാമോ? ചെയ്ത ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് അൺനൗൺസ് മൈനസ് റാങ്ക് ഓഫ് എ
എന്താ വരിക? നമ്പർ ഓഫ് അൺനോൺസ് എത്ര ഉണ്ടായിരുന്നു? 4 അല്ലേ? എല്ലാവരും ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, 2 എന്ന് കിട്ടിയ അല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് 4 ആണ്. റാങ്ക് ഓഫ് എ 2. Therefore we got number of unknowns minus rank of A equal to 2. ആ വാല്യൂ 2 കിട്ടിയാൽ അതിന്റെ മീനിങ് ഇതാണ്, രണ്ട് വേരിയബിൾസിന് ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെയാട്ടോ, 4 അൺനൗൺസ് ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ റാങ്ക് 3 ആണ് കിട്ടിയത്. സോ 4 minus 3 1. അവിടെ ഒരു വേരിയബിളിന് മാത്രമാണ് നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇവിടെ രണ്ടെണ്ണത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. അപ്പൊ അത് വേണേൽ ഇതുപോലെ മൈനസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യും. അല്ലാത്തവർക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തും എന്ത് കണ്ടുപിടിക്കാം? എത്ര വേരിയബിൾസിന് ആർബിട്രറി കോൺസ്റ്റന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, ഡൗട്ട് ഉള്ളവർക്ക് ലാസ്റ്റ് ടൈം തരാം, ചോദിക്കാം കേട്ടോ. രണ്ടും സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചെയ്തേ അല്ലേ? 4 and 5. ഒരു സൈനിന്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. സോൾവ് ബൈ ഗോസ് എലിമിനേഷൻ മെത്തേഡ്. ഇക്വേഷൻ എഴുതാം. x1 plus x2 plus x3 equal to 3. First equation, x1 plus x2 plus x3 equal to 3. Second equation, x1 plus x2 minus x3 is equal to 1. Third equation, 3x1 plus 3x2 minus 5x3 is equal to, these are the three equations. First one, x1 plus x2 plus x3 equal to 3. Second one, x1 plus x2 minus x3 equal to 1. Third equation, 3x1 plus 3x2 minus 5x3 equal to 1. നോട്ടിൽ എഴുതുമ്പോൾ പറഞ്ഞ പോലെ തന്നെ എഴുതണം കേട്ടോ. The given system of equations can be written in the form ax equal to b, where a equal to x equal to b equal to എന്ന് പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം കേട്ടോ. എല്ലാ സ്റ്റെപ്സും ഇവിടെ കാണാം. സ്റ്റാർട്ടിങ് ഇതുപോലെ തന്നെ എഴുതാം. Then form the augmented matrix. അപ്പൊ നമുക്ക് ആദ്യം augmented matrix ഇപ്പൊ ചെയ്യാം. നോട്ട് എഴുതുന്നവര് ഈ പറഞ്ഞ പോലെ എല്ലാം എഴുതിയിരിക്കണം കേട്ടോ. Okay. Form the augmented matrix A. The augmented matrix adeyilla A and B. First row 1 1 1 3. Second row 1 1 minus 1 1. Third row 3 3 minus 5 and 1. Solved by Gauss elimination. ഇവിടെ x y z ന്റെ പകരമായിട്ട് ഇവിടെ എന്താ വന്നിരിക്കുന്ന അൺനൗൺസ് ചെയ്തേക്കുക? x1 x2 x3. ആ ഒരു ഡിഫറൻസ് ചെയ്യല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സ്റ്റാർട്ടിങ് നോൺ സീറോ എന്ന് മാത്രമല്ല 1 തന്നെയാണ് വന്നിരിക്കുക. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും അല്ലെ റൂൾസ് എഴുതാൻ. നോൺ സീറോ ആണ്, അതിന്റെ താഴെയുള്ളതെല്ലാം സീറോ ആണ്. റൂൾസ് എഴുതുന്നുണ്ട്. R2 changes to R2 minus R1. എല്ലാം based on this non-zero term വേണം ഈ രണ്ടെണ്ണം സീറോ ആക്കാൻ. Then R3 changes to R3 minus 3R. Okay. വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് പറയാം കേട്ടോ. വാല്യൂസ് എല്ലാം തന്നെയും കണ്ടുപിടിക്കുക. സെക്കൻഡ് റോയില് എന്താ കിട്ടുന്നതെന്ന് പറയാം. R2 changes to R2 minus R1. So simply subtract ചെയ്താൽ മാത്രം മതിയാവും. സെക്കൻഡ് റോ R2 എന്താ കിട്ടിയെന്ന് പറയണം കേട്ടോ. റോ 2ലെ വാല്യൂസ് ഒന്ന് പറയണേ. 0 0 minus 2 minus 2. Okay, 0 0 0 0 minus 2 minus 2.
വേറെ ആരോ കണ്ടുപിടിച്ച് പറഞ്ഞതിൽ ഒരു ചൂന്നും കണ്ട് പറഞ്ഞേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ പറഞ്ഞിരുന്നു മുന്നത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചെയ്തേ അല്ലെ. അമിത മാധവ് തേർഡ് റോ ആണ് കണ്ടുപിടിച്ചത് അല്ലെ. തേർഡ് റോ 0 0 -8 -8. ഓക്കെ, R2 and R3 ചേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് റോ റെഡ്യൂസ്ഡ് ഫോം അല്ലെങ്കിൽ റോ എച്ചലോൺ ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് നോക്കാം. നോൺ സീറോ താഴെയുള്ളതെല്ലാം സീറോ ആണ്. ഇവിടെ നോൺ സീറോ ആണ് വരുന്നത് അല്ലെ. നോൺ സീറോ അല്ല അവിടെ ഉള്ളത്, സീറോ ടേം ആണ് ഉള്ളത്. ഞാനൊരു ഐഡിയ പറഞ്ഞു തന്നിരുന്നു. അവിടെ നോൺ സീറോ അല്ലേല് നിങ്ങൾക്ക് വേണേൽ ആ ടേമിനെ നോൺ സീറോ ആക്കാം. എങ്ങനെ നോൺ സീറോ ആക്കാം? നിങ്ങൾക്ക് താഴെ വല്ല റോസ് ഉണ്ടെങ്കിൽ അത് ഇന്റർചേഞ്ച് ചെയ്യും. ഒരിക്കലും അതിന് മേലെയുള്ള റോ എടുത്ത് താഴേക്ക് ഇടരുത്. ഈ പറഞ്ഞ നോൺ സീറോ എന്നുള്ളത് മാറിപ്പോകും. ഓക്കെ, അപ്പൊ നോൺ സീറോ ആക്കി കഴിഞ്ഞാൽ ആ റോയില് യാതൊരു ചേഞ്ചും പിന്നീട് വരുത്തരുത്. സോ നോൺ സീറോ താഴെയുള്ളതെല്ലാം സീറോ. ദെൻ സെക്കൻഡ് റോയിലെ ഈ ടേം നമുക്ക് നോൺ സീറോ ആക്കാം. നോൺ സീറോ ആക്കാൻ പറ്റുന്നുണ്ട്. നോക്കി താഴെയുള്ള ടേമും എന്ത് തന്നെയാണ്? സീറോ ആണ്. സോ വി കാൺ ഇന്റർചേഞ്ച് ദീസ് ടു റോസ് അല്ല. അപ്പൊ ഈ രണ്ട് റോസ് നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റില്ല, കാരണം താഴെ നോൺ സീറോന്റെ ടേംസ് ഒന്നുമില്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാട്ടോ. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം കേട്ടോ, അല്ലാതെ ഈ റൂള് വേറെ നമ്മുടെ വേറെ പ്രോബ്ലത്തിലൊന്നും ചെയ്യരുത്. നോൺ സീറോ ആക്കാൻ ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റാതെ വരുന്ന കേസിൽ നിങ്ങൾക്ക് അടുത്ത ടേമിനെ എന്ത് ചെയ്യാം? നോൺ സീറോ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ കൺസെപ്റ്റ് വേറെ നമ്മൾ മുന്നേ ചെയ്ത ഒരു പ്രോബ്ലത്തിനും പറ്റില്ല. അതിന്റെ റീസൺ നിങ്ങൾക്കറിയാം ഓൾറെഡി. മിക്കവാറും ഇത് നോൺ സീറോ ആയിരിക്കും. ഇനി നോൺ സീറോ അല്ല എങ്കിൽ താഴെയുള്ള റോനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? നോൺ സീറോ ആക്കാറുണ്ട്. ഇവിടെ ഈ ഒരു കേസിൽ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ ഒന്നും പറ്റില്ല എങ്കിൽ അടുത്ത ടേമിനെ നോൺ സീറോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യും. ഓക്കെ, ഇത് താഴെയുള്ള ടേം സീറോ ആക്കും. ഇവിടെ നമുക്ക് -2 ആയിട്ട് തന്നെ നിർത്താം. 1 ആക്കേണ്ട കാര്യമില്ല. ആ -2 എന്നുള്ള ടേം അതുപോലെ തന്നെ അങ്ങ് കീപ്പ് ചെയ്തുകൊണ്ട് അതിന് താഴെയുള്ള ടേം നമുക്ക് സീറോ ആക്കാം. സോ വി ഹാവ് ടു ചേഞ്ച് -8നെ ഒന്ന് മാറ്റിയിട്ട് എന്താക്കാം? സീറോ ആക്കാം. ഓക്കെ, ബേസ്ഡ് ഓൺ ദിസ് നോൺ സീറോ ടേം. റൂൾ എന്താ എഴുതേണ്ടതെന്ന് പറഞ്ഞു? R3 ചേഞ്ചസ് ടു എങ്ങനെ സീറോ ആക്കാന്നുള്ളതിന്റെ റൂൾ എന്ന് പറയും. R3 ചേഞ്ചസ് ടു ബേസ്ഡ് ഓൺ ദിസ് നോൺ സീറോ ടേം. റൂൾ ഒന്ന് എഴുതണേ കേട്ടോ, എങ്ങനെയാ കണ്ടുപിടിക്കുക എന്നുള്ളത് പറയണമെങ്കിൽ. എങ്ങനെ R3 സീറോ ആക്കാം? R3 ചേഞ്ചസ് ടു രണ്ടും സെയിം സൈൻ ആണല്ലോ. R3 - 4R2 കറക്റ്റ് ആടാ. R3 ചേഞ്ചസ് ടു R3 - 4R2. ഓക്കെ, ശരി. R3 പ്ലസ് അല്ല വരിക, ആരോ മിസ്റ്റേക്ക് ചെയ്തിരുന്നേ. ഓക്കെ, സെയിം സൈൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്ത് കഴിഞ്ഞാലാണ് അത് സീറോ ആവാം? ഇപ്പൊ 1 എന്നുള്ള ടേം ആണ്, അത് സീറോ ഒക്കെ നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടല്ലേ ചെയ്യാറ്. അതേപോലെ -8 -2 ആണ്. അപ്പൊ സെയിം സൈൻ വന്നിട്ടുണ്ടല്ല ആ ടേം സീറോ ആക്കാൻ എന്തായാലും അവിടെ മൈനസ് വേണം നിങ്ങൾ യൂസ് ചെയ്യും. ഓക്കെ, റോ 3യുടെ വാല്യൂസ് കൂടി ഒന്ന് പറയാം കേട്ടോ. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്? ലാസ്റ്റ് റോ ഓക്കെ കംപ്ലീറ്റ് സീറോ വരും. 0 0. ദെൻ റാങ്ക് കണ്ടുപിടിക്കും. റാങ്ക് എത്ര കിട്ടിയേ? എ ബിയുടെ റാങ്കും എയുടെ റാങ്ക് ഒക്കെ കണ്ടുപിടിച്ചിട്ട് you have to find the nature of the solution, whether it is consistent or not. എല്ലാം കണ്ടുപിടിച്ചോളൂ കേട്ടോ. റാങ്ക് ഓഫ് AB 2, റാങ്ക് ഓഫ് AB 2, റാങ്ക് ഓഫ് A also 2. Therefore we have rank of AB equal to rank of A. Therefore the system is okay. Therefore the system is consistent. Check whether the system has infinite solution or unique solution. Infinite ആണ് കിട്ടിയ അല്ലേ? Okay, infinite solution എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ചെയ്തോളൂ. പഴയ പോലെ അത് ഇക്വേഷൻ ആക്കി മാറ്റാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് എത്തുമ്പോൾ ഓർത്തോളാം. അല്ലെങ്കിൽ എല്ലാ മെട്രിക്സിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ലൈൻ ഫോം ചെയ്തിട്ട്
ഡോട്ടഡ് ലൈൻസോ ഇട്ടിട്ട് വേണേലും ചെയ്യാം, ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. Then finally form the equations. തിരിച്ച് ഇക്വേഷൻസ് ആയിട്ട് എഴുതുക. ലാസ്റ്റ് കിട്ടിയ മെട്രിക്സിന് തിരിച്ച് ഇക്വേഷൻസ് ആയിട്ട് ഫോം ചെയ്യാം. That is 2 minus 2 അല്ല, ലാസ്റ്റ് കിട്ടിയ മെട്രിക്സ് എന്തായിരുന്നു? x1 ആണ് അല്ലെ. വേരിയബിൾസ് അൺനൗൺസ് x1 x2 x3 ആണ് കേട്ടോ. xyz എഴുതണ്ട, x1 x2 x3 ഫോമിൽ എഴുതും. So we have x1 plus x2 plus x3 equal to 3. Second equation എന്താ കിട്ടിയേ? minus 2 x3 is equal to minus 2. minus 2 x3 is equal to minus 2. Okay. അത് എന്തോ ക്വസ്റ്റ്യൻ എന്തോ പറഞ്ഞിരുന്നു, എനിക്ക് മനസ്സിലായില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞപ്പോ ആരോ ഒരു കമന്റ് ഇട്ടായിരുന്നു. 1 minus t t and 1 minus t 1 minus t അല്ല വരുന്നത് കേട്ടോ. ഒന്നുകൂടി സൊല്യൂഷൻ ഒന്നുകൂടി കണ്ടുപിടിക്കാം. From the second equation we have x3 is equal to 1. x3 1 ആണെന്ന് കിട്ടി. x3 യുടെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then find the values of x1 and x2. x3 യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, കറക്റ്റ്. So substitute the values of x3 in the first equation. So we have x1 plus x2 plus 1 is equal to 3 or x1 plus x2 is equal to 2. ഓൾറെഡി നമുക്കറിയാം ഇവിടെ ഏത് സൊല്യൂഷൻ ഇൻഫൈനൈറ്റ് ആണ്. എന്തായാലും ഒരു വേരിയബിളിന് t കൊടുത്തേ പറ്റൂ അല്ലെ. അപ്പൊ ഫൈനൽ സൊല്യൂഷൻസ് ഒക്കെ ഒന്ന് പറയണേ. x1 x2 x3 equal to 1 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. x1 x2 ന്റെ വാല്യൂസ് കൂടി ഒന്ന് പറയാം. x1 is equal to 2 minus t. Okay, x2 ന്റെ വാല്യൂ കൂടി ഒന്ന് പറയാം. t, കറക്റ്റ് ആടാ. So we have x1 is equal to 2 minus t, x2 is equal to t and x3 is equal to the final solution. 3 is equal to 1. Okay. മൂന്ന് സൊല്യൂഷൻസ് കിട്ടിയല്ലോ. ചെയ്തതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. x1ന് അല്ല കുഴപ്പമില്ല, ഏത് വേരിയബിൾസിന് വേണേലും കൊടുക്കാം. x1 x2 x3 ഏത് വേരിയബിൾസിന് വേണേലും t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ഞാൻ പറഞ്ഞു കഴിയുന്നതും ലാസ്റ്റ് വേരിയബിളിന് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് x3ക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം x3ക്ക് ഓൾറെഡി ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. x3ക്ക് 1 എന്ന് കിട്ടിയില്ലേ, അതുകൊണ്ട് x1 x2 എന്നുള്ള രണ്ട് വേരിയബിൾസ് നമുക്ക് ഇനി ബാക്കി അതിൽ ഏത് വേരിയബിളിന് വേണേലും നിങ്ങൾക്ക് t കൊടുക്കാം. എങ്കിലും കഴിയുന്നത് ലാസ്റ്റ് വേരിയബിൾസിന് t കൊടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം കേട്ടോ. x1 കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ കേട്ടോ. For what values of a and b, for what values of different ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. For what values of a and b, small a and b, do the equations, for what values of a and b, do the equations, ഒരു മൂന്ന് ഇക്വേഷൻസ് എഴുതുന്നുണ്ട് കേട്ടോ. x plus 2y plus 3z is equal to 6. Second equation, x plus 3y plus 5z is equal to 9. And the third equation, 2x plus 5y plus 8z is equal to b. ലാസ്റ്റ് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അവിടെയാണ് ആ കോൺസ്റ്റൻസ് വരുന്നത്. 2x plus 5y plus 8z is equal to b. ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഇനിയുണ്ട്. For what values of a and b, do the equations, ഇക്വേഷൻ എഴുതി എല്ലാവരും ഒന്നുകൂടി വായിക്കാം. x plus 2y plus 3z equal to 6, x plus 3y plus 5z equal to 9. Third equation, 2x plus
5y plus az, small az equal to b, have മൂന്ന് സബ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ. ഹാവ് ഫസ്റ്റ് വൺ നോ സൊല്യൂഷൻ, ഫസ്റ്റ് വൺ നോ സൊല്യൂഷൻ, സെക്കൻഡ് വൺ യുണീക് സൊല്യൂഷൻ, and third one infinite number of solutions. For what values of a and b do the equations have? First one no solution, second one unique solution, and third one infinite number of solutions. ചോദ്യം മനസ്സിലായോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ് നമുക്കൊരു ഇക്വേഷൻസ്, മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. നോ സൊല്യൂഷൻ വരുന്ന കേസിൽ എ ആൻഡ് ബിയുടെ വാല്യൂസ് എന്താണ്? അതേപോലെ യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി, ആൻഡ് ഫോർ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഓൾസോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എ ആൻഡ് ബി. അപ്പോൾ മൂന്ന് കേസായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാം. ആദ്യം നമുക്ക് ഇക്വേഷൻ സെയിം തന്നെയാണല്ലോ എല്ലാ ക്വസ്റ്റ്യനിലും. നമുക്ക് ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സ്, ഒന്നും ആലോചിക്കണ്ട. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നാൽ നമ്മൾ എന്താണോ ചെയ്യുക അത് ആദ്യം ചെയ്യും. നമ്മൾ എന്താ ചെയ്യാറ്? ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്ത് അതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് മാറ്റും. അതേപോലെ അങ്ങ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ റോ റെഡ്യൂസ്ഡ് ഫോം വരെ എത്തിയതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വെരിഫൈ ചെയ്യും. ഓക്കെ, ഇപ്പൊ തൽക്കാലം എന്താണ് ഇങ്ങനെ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കേസ്, നോ സൊല്യൂഷൻ ഒന്നും ആലോചിക്കണം. എന്ത് ചെയ്യാം? ഫസ്റ്റ് ഫോം ദ ഓഗ്മെന്റഡ് മെട്രിക്സ്, ദെൻ റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് ഇത് മാറ്റാം. ആദ്യം ഓഗ്മെന്റഡ് മെട്രിക്സ് ഫോം ചെയ്യാം. ഓക്കെ, 1 2 3 and 6. Second equation 1 3 5 9, 1 3 5 9. Third equation 2 5 a b, 2 5 a b. ഇത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെ റൂൾസ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിഫറെന്റ് ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, ഫൈനൽ ആൻസർ സെയിം തന്നെ ആയിരിക്കും, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എങ്കിലും തൽക്കാലം എല്ലാവരും ഒരേപോലെ തന്നെ നമുക്ക് റൂൾസ് അപ്ലൈ ചെയ്തുകൊണ്ട് പ്രോബ്ലം ചെയ്യും. ഓക്കെ, റോ റെഡ്യൂസ്ഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. നോൺ സീറോ ടേം ആണ്, താഴെയുള്ളതെല്ലാം സീറോ ആണ്. സോ റൂൾസ് എഴുതാം. R2 ചേഞ്ചസ് ടു, നോൺ സീറോനെ ബേസ് ചെയ്ത് തന്നെ ചെയ്യണേ, R2 മൈനസ് R1. Then change R3. R3 changes to R3 minus 2R1. എല്ലാവരും റോസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. ദെൻ വാല്യൂസ് ഒന്ന് പറയണേ കേട്ടോ. R2 find the values of, find the elements 0 1 2 3. okay, R2 what 0 1 2 3 തെറ്റിക്കരുത്, ശ്രദ്ധിച്ചോണ്ട് എഴുതണം കേട്ടോ. Then R3 find the elements, the row 3 2 5 AB ആണ് കേട്ടോ, ശ്രദ്ധിച്ച് ചെയ്യണം. കോൺസ്റ്റൻസ് വന്നിട്ടുണ്ട്. 0 1 a minus 6 and b minus 12. correct. 0 1 a minus 6 and b minus 12. okay, so ആദ്യത്തെ റൂൾസ് നമ്മൾ ചെയ്യും. നോൺ സീറോ, താഴെയുള്ളതെല്ലാം സീറോ ആക്കിയിട്ടു. ദെൻ സെക്കൻഡ് റൂള്, സെക്കൻഡ് എലമെന്റ് നോൺ സീറോ ആണെന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, കറക്റ്റ് ആട്ടോ, കുറെ പേര് തിരിക്കുന്നത്. ഇത് നോൺ സീറോ ആണ്, താഴെയുള്ള ടേം സീറോ ആണ്. എന്താ റൂൾ എഴുതേണ്ടതെന്ന് പറഞ്ഞു? ഈ ടേം സീറോ ആക്കണം ബേസ്ഡ് ഓൺ ദിസ് നോൺ സീറോ ടേം, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ R2. R1 യൂസ് ചെയ്ത് സീറോ ആക്കരുത് കേട്ടോ. എന്താ റൂൾ? R3 minus R2. okay, R3 changes to R3 minus R2. വാല്യൂസ് കൂടി ഒന്ന് പറയണേ. ലാസ്റ്റ് റൂള് വാല്യൂസ്. R3 changes to R3 minus R2. R3 le values 0 0 a minus 8 and b minus 15. very good. കുറേ പേര് കണ്ടുപിടിച്ചു കേട്ടോ. a minus 8 and b minus 15. എല്ലാവരും ഇതുവരെ ചെയ്തെത്തിയോ? 0 0 a minus 8
ലാസ്റ്റ് ടേം b minus 15. എല്ലാവരും കണ്ടുപിടിച്ചോ മക്കളെ? നീ ഇവിടെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുക. സോറി, മ്യൂട്ട് ചെയ്തിട്ടിരിക്കുക കേട്ടോ. കുറെ പേര് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നീ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളാം. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഫോർമുല ഒന്നും തന്നെ ഇല്ല. യു ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? മക്കള് ഈ പറഞ്ഞ റോ ബേസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. 1 0 0 ആണ് അല്ലെ? 1 0 0. നമ്മുടെ ഫസ്റ്റ് കേസിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഒരു ഫോർമുല ഇല്ല, ഒന്നും തന്നെ ഇല്ല. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ, ഇപ്പൊ കേസ് 1 പറയുന്നത് ദ സിസ്റ്റം ഹാവ് നോ സൊല്യൂഷൻ. നോ സൊല്യൂഷൻ. ഈ നോ സൊല്യൂഷൻ വരുന്ന കേസിൽ നമുക്ക് എന്തൊക്കെ അറിയാം? നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നോ സൊല്യൂഷൻ ബേസ് ചെയ്തുകൊണ്ട്? എന്തൊക്കെ അറിയാം നമുക്ക്? നോ സൊല്യൂഷൻ ആണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ നമുക്കറിയാം. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഴുതി വെച്ചേ പറ്റും. ഏത് കേസിലാണ് നോ സൊല്യൂഷൻ വരിക? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഓക്കെ, കറക്റ്റ്. അപ്പൊ ആ പറഞ്ഞ കാര്യം അല്ലെ? നോ സൊല്യൂഷൻ വരുന്ന ഇൻകൺസിസ്റ്റന്റ്, ദാറ്റ് ഇസ് നോ സൊല്യൂഷൻ. അത് എപ്പോഴാണ് ഇൻകൺസിസ്റ്റന്റ് ആവുന്നത്? സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണ്? അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങളിപ്പോ എല്ലാവരും ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻകൺസിസ്റ്റന്റ് എന്നാണ്. അത് നോ സൊല്യൂഷന്റെ വേറൊരു ടേം തന്നെയല്ലേ ഈ ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഞാൻ അതല്ല ചോദിച്ചത്. എപ്പോഴാണ് അത് ഇൻകൺസിസ്റ്റന്റ് ആവുന്നത്? അല്ലെങ്കിൽ നോ സൊല്യൂഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് എപ്പോഴാണ് കിട്ടുക? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരുന്ന കേസിലാണ് നമുക്ക് ഈ പറഞ്ഞത് കിട്ടുക. അല്ലാതെ ഇതിന്റെ തിരിച്ച് ആ ടേം അല്ല എഴുതേണ്ടത്. നോ സൊല്യൂഷൻ മേ ബി ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിക്കാം. ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിക്കാം. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. നോ സൊല്യൂഷന്റെ വേറൊരു ടേം അല്ല ചോദിച്ച്. നോ സൊല്യൂഷൻ ആവുന്നത് എപ്പോഴാണ്? ഓക്കെ, റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. എല്ലാവർക്കും മനസ്സിലായോ? റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ. ഈ പറഞ്ഞ കാര്യം ശരിയാവണേല് എ ആൻഡ് ബിയുടെ വാല്യൂസ് എന്താവണം? For what values of A and B, rank of AB not equal to rank of B. For what values of, ആലോചിച്ച് തന്നെ പറയാട്ടോ. 8:15 എന്ന് പറഞ്ഞു, നോട്ട് ക്ലിയർ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. For what values of A and B, rank of AB not equal to rank of A. A and B, A equal to 8. ഒരാളെ ആൻസർ എഴുതി. A equal to 8. ഇക്വേഷൻസ് ഒന്നും വേണ്ട, ഫൈനൽ ആൻസർ മാത്രം മതി. A 8 B 16 എന്ന് പറയുന്നത് ഒരാൾ കറക്റ്റ് ആയിട്ട് എഴുതിയിരുന്നു ആൻസർ. A equal to 8 B equal to 15. ഒരാൾ പറഞ്ഞ കേസാണ്, നമുക്കൊന്ന് നോക്കാം. കുറെ പേര് ആ ആൻസർ പറഞ്ഞു. എയുടെ വാല്യൂ 8 ബിയുടെ വാല്യൂ 15 ആണല്ലോ. രാഹുൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ എന്നിട്ട് നോക്കാം. എയുടെ വാല്യൂ 8 ആയാൽ എന്താ സംഭവിക്കുക? അവിടെ 0. ബിയുടെ വാല്യൂ 15 ആയാൽ 0. അപ്പൊ എന്താണ് നോക്കി? കുറെ പേര് പറഞ്ഞു എക്ക് 8 എടുക്കാനും ബിക്ക് 15 എടുക്കാനും. അപ്പൊ ഇവിടെ വരുന്ന റാങ്ക് ഓഫ് എ എന്താണ്? ഓക്കെ, കുറെ പേര് ആൻസർ കണ്ടുപിടിച്ചു, കറക്റ്റ് തന്നെയാണ്. എങ്കിലും ഇതൊന്ന് പറഞ്ഞു തരുന്നു മാത്രം കേട്ടോ. എയുടെ വാല്യൂ 8 ബിയുടെ വാല്യൂ 15 എടുത്തപ്പോൾ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണോ വരുന്നത്? അല്ല. നോക്കിയേ, റാങ്ക് ഓഫ് എ എന്താണ് ഇവിടെ? 2. റാങ്ക് ഓഫ് ബി എന്താ കിട്ടുന്നത്? 2. ഈക്വൽ എന്നാ കിട്ടുന്നത്. സോ ഇങ്ങനെയല്ല എടുക്കേണ്ടത്. എയുടെ വാല്യൂ 8 ബിയുടെ വാല്യൂ 15 എടുത്താൽ കിട്ടുന്നത് ബി ആണ്. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്നാണ് കിട്ടുന്നത്. 16 എന്ന ഒരാൾ പറഞ്ഞു. 16 മാത്രമല്ല, ബിക്ക് 15 അല്ലാത്ത വേറെ എല്ലാ വാല്യൂസ് എടുത്താലും ശരിയാണ്. ഒരാൾ 16 എന്ന് പറഞ്ഞു, 16 ശരിയാണ്. പക്ഷെ 16 മാത്രമല്ല, ഏത് വാല്യൂസ് എടുക്കാം അതർ ദാൻ 15. A minus 8 and B minus 15. മനസ്സിലായോ? അപ്പൊ ഇവിടെ സൊല്യൂഷൻ, നോ സൊല്യൂഷൻ വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം? എയുടെ വാല്യൂ 8 എടുക്കാം, ബട്ട്
B not equal to 15. ഇതാണ് ആൻസർ. ഓക്കെ, no solution or the system is inconsistent. ആ കേസിൽ റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ വരണം. സോ എന്തൊക്കെയാ വാല്യൂസ് എടുക്കേണ്ടത്? എയുടെ വാല്യൂ 8 എടുക്കാം, ബട്ട് ബിയുടെ വാല്യൂ എന്തെടുക്കരുത്? 15 എടുക്കരുത്. വേറെ ഏത് വാല്യൂസ് വേണേലും നമുക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇപ്പൊ ഒരാള് 16 എടുക്കാന്ന് പറഞ്ഞത്. 16 ശരി തന്നെയാണ്. 16 മാത്രമല്ല 15 അല്ലാത്ത വേറെ എല്ലാ വാല്യൂസ് എടുത്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ കൺസെപ്റ്റ് സെയിം ആവുന്നുണ്ട്. റാങ്ക് ഓഫ് എ ബി സെയിം എന്നല്ല, ഈ പറഞ്ഞ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, so no solution A equal to 8 and B not equal to 50. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത കേസ് നമുക്ക് നോക്കാം. സെക്കൻഡ് കേസിൽ എന്താ പറയുന്നത്? യുണീക് സൊല്യൂഷൻ. യുണീക് സൊല്യൂഷൻ എപ്പോഴാണ് യുണീക് സൊല്യൂഷൻ കിട്ടുക സിസ്റ്റത്തിന്? എല്ലാവരും ആൻസർ ഒക്കെ എത്തി. നമുക്ക് ആദ്യം സ്റ്റെപ്സ് എഴുതിയിട്ട് ഫൈനൽ ആൻസറിലേക്ക് പോകാം കേട്ടോ. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ. മാത്രമല്ല വേറെ ഒരു കണ്ടീഷൻ കൂടി പഠിച്ചു, യുണീക് സൊല്യൂഷൻ കിട്ടുന്ന കണ്ടീഷൻ. എന്താ പഠിച്ചേ? ഇത് കറക്റ്റ് ആണ്. റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആൻഡ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു നമ്പർ ഓഫ് അൺനോൺസ് എ. Also we have rank of A equal to number of unknowns. Got it? ഈ പറഞ്ഞ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെക്കണം കേട്ടോ. We have rank of A B equal to rank of A for unique solution. Also rank of A equal to number of unknowns. എത്ര unknowns ഉണ്ട് ഇവിടെ? Number of unknowns we know. എത്ര unknowns ഉണ്ട്? 3 x y z. So rank of A equal to 3. Rank of AB also equal to. Got it? So നമ്മൾക്ക് കിട്ടി കഴിഞ്ഞു rank of A and rank of AB, and so we have rank of AB equal to rank of A equal to 3. Okay. So find the values of A and B. രണ്ട് വാല്യൂസും 3 വേണം. A and B യുടെ വാല്യൂസ് എന്താണ്? ഒരാള് മുന്നത്തെ ഇതിൽ ചോദിച്ചു നോ സൊല്യൂഷൻ. അത് കഴിഞ്ഞു കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. ഫോർ നോ സൊല്യൂഷൻ വാല്യൂ ഓഫ് A ഈസ് ഈക്വൽ ടു 8 ആൻഡ് B നോട്ട് ഈക്വൽ ടു 15. ഫസ്റ്റ് കേസ് കംപ്ലീറ്റ് ആയി. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. യുണീക് സൊല്യൂഷന്റെ കേസാണ് പറയുന്നത്. ഫോർ യുണീക് സൊല്യൂഷൻ what about the values of A and B? For unique solution, not 8, not 15. കുറേ പേര് പറഞ്ഞ വാല്യൂ ആൻസേഴ്സ് കറക്റ്റ് ആണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണം. നിങ്ങൾ എഴുതിയതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. റാങ്ക് ഓഫ് എ ബി, റാങ്ക് ഓഫ് എ ഒക്കെ 3 വരുന്ന കേസിലുള്ള സൊല്യൂഷൻ തന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു. അല്ലാതെയും കിട്ടാം. നോട്ട് 8, നോട്ട് ബി, നോട്ട് ഈക്വൽ ടു 8 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 15 വേണമെന്നുണ്ടോ? എ നോട്ട് ഈക്വൽ ടു 8, ബി 15 ആയാൽ എന്താ പ്രശ്നം? നോക്കാം. ലെറ്റ്സ് ട്രൈ. If A not equal to 8 and B can take B equal to 15, എല്ലാവരും കുറേ പേര് പറഞ്ഞു B not equal to 15 എന്ന് പറഞ്ഞു. Okay, B can take any values. Region correct ആയിട്ട് പറഞ്ഞു. Okay, നമുക്ക് എന്തായാലും നോക്കാം. A not equal to 8 and B not equal to 15 എല്ലാവരും പറഞ്ഞു. അപ്പൊ B ക്ക് 15 കൊടുത്താൽ എന്താ പ്രശ്നം എന്നുള്ളത് നോക്കാം. A not equal to 8, that means ഒരിക്കലും എന്താവില്ല? 0 ആവില്ല. B equal to 15 കൊടുത്താൽ എന്താ വരും? ഇവിടെ 0 വരും. 0 എന്നാൽ റാങ്ക് മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത്. ഇപ്പൊ എത്രയാ റാങ്ക്? എയുടെ റാങ്ക് 3, എ ബിയുടെ റാങ്ക് ഓൾസോ 3. സോ ബിക്ക് 15 കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങളത് ഇട്ട് ട്രൈ ചെയ്ത് നോക്കുക. വാല്യൂസോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ, റാങ്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോട്ട് ചെയ്യണം.
Okay, there is no change in the both ranks. AB-യുടെ റാങ്കിലും ബിയുടെ റാങ്കിലും ഒരു ചേഞ്ചും വരുന്നില്ല. ഏതിന്? ബിക്ക് 15 കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു ചേഞ്ചും അവിടെ വരുന്നില്ല. Okay, ഇതാണ് റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ടേം. So here A not equal to 8 and B can take any values. We can take any values. Okay. So in this case, that is for unit solution, we have A not equal to 8 and B can take any values. Okay. Third case, that is for infinite solution. For infinite solution. എന്തൊക്കെയറിയാം? നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണേ. For infinite solution, we have rank of AB equal to rank of A. Rank of AB equal to rank of A. Infinite solution ആണെങ്കിൽ വേറെ എന്ത് കാര്യം കൂടി നമുക്കറിയാം? Also we know that rank of A less than number of unknowns. Okay, correct. Rank of A less than number of unknowns. Number of unknowns is 3. So here rank of A should be less than 3. Alle? Number of unknowns 3 ആണ്. Alle? Number of unknowns 3 ആണ്. But in the condition rank of A should be less than number of unknowns. So rank of A എന്തായിരിക്കണം? Rank of A ഈ കേസിൽ rank of A 2 ആയിരിക്കണം. മനസ്സിലായോ? So rank of A must be rank of A equal to 2. Also rank of AB എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. Okay. ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. Then find the values of A and B. Find the values of A and B. Sharad, 8 and 15. ഈ കേസിൽ for infinite solution we have A is equal to 8 and B is equal to 15. Okay. The third case is A യുടെ value 8, B യുടെ value 15. Okay, കുറേ പേര് കണ്ടുപിടിച്ചു കേട്ടോ. ഈ പറഞ്ഞതൊക്കെ നമ്മൾ മനസ്സിലാക്കിയ മാത്രമേ ചെയ്യാൻ പറ്റൂ. കാണാതെ പഠിക്കാൻ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള ആ കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കും. ഓക്കെ, ചോദിക്കാം. അശ്വിൻ എന്തേലും പറഞ്ഞോ? അതെ ടീച്ചറെ, നമ്പർ ഓഫ് അൺനോൺസ് 2 അല്ലേ ഉള്ളൂ? അല്ല, എന്താ നമ്പർ ഓഫ് അൺനോൺസ് എന്ന് പറയുന്നത്? ആ വേരിയബിൾസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ വേരിയബിൾസ് ഉണ്ട് നോക്കി. എ ബി എന്നുള്ള കോൺസ്റ്റന്റ് അല്ല കേട്ടോ അൺനോൺസ്, അൺനോൺസ്. അതല്ലേ നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്നത്. എല്ലാ ക്വസ്റ്റ്യനിലും നമ്മൾ അൺനോൺസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് എ ബി എന്നുള്ള കോൺസ്റ്റന്റ് വന്നിരിക്കുന്നത്. കോൺസ്റ്റന്റ്സ് അല്ല അൺനോൺസ് കേട്ടോ. എക്സ് വൈ സെഡ് നമ്മൾക്ക് തരുന്ന ഇക്വേഷൻസിലുള്ള ആ വേരിയബിൾസിനെയാണ് നമ്മൾ അൺനോൺസ് എന്ന് പറയുന്നത്. മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ x1, x2, x3. ഓക്കെ, അതിന് മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിൽ എക്സ് വൈ സെഡ് ഡബ്ല്യു ഈ പറയുന്നതാണ് അൺനോൺസ്. രാഹുൽ 2b ഈക്വൽ ടു ബിയുടെ വാല്യൂ എന്താണ് ഈ കേസിൽ? 15 ആണ്. ബിയുടെ വാല്യൂ 8. വേറെ ഒരു വാല്യൂസും വരരുത്. തേർഡ് കേസിലാട്ടോ. ഫോർ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ A equal to 8 and B equal to 50. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? ഓക്കെ, എന്തായാലും ടൈം ആയി. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം, അത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഈ ഫോമിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഓക്കെ, ഞാൻ നോട്ട്സും ആ ക്വസ്റ്റ്യനും കൂടി ഞാൻ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. നിങ്ങൾക്ക് മീറ്റിംഗ് ലീവ് ചെയ്യാം.